അത് ഉറപ്പായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. മുരളിച്ചേട്ടൻ ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ജാക്സർ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ചും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്തും മുരളി സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ഡയറക്ടറാണെങ്കിലും റൈറ്ററാണെങ്കിലും എല്ലാ സമയത്തും ഷൂട്ടിംഗ് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ ഈ ഓരോ സീനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. കുറച്ച് നാൾക്ക് മുമ്പ് എടുത്ത സീനിനെ കുറിച്ചാണെങ്കിലും ഇനി എടുക്കാൻ പോകുന്ന സീനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വില്ലൻ പരിപാടി മാത്രമല്ലല്ലോ, എല്ലാം ചെയ്യണമല്ലോ, ശ്രമിക്കണമല്ലോ എല്ലാ സീക്വൻസുകളും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ദ്രൻ ചേട്ടൻ ഞാൻ ഇന്ദ്രൻ ചേട്ടനോടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞാൻ എൻ്റെ നാട് തിരുവനന്തപുരത്ത് അരുവിക്കരയാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമാ നടൻ ഇന്ദ്രൻ ചേട്ടനാണ് എൻ്റെ ചെറുപ്പത്തിൽ. അന്ന് മുതലേ എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ സിനിമകളും ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ കൂടെ അഭിനയിക്കുമ്പം ഞങ്ങൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശയൊക്കെ പറഞ്ഞാൽ പോലും ആ ഒരു ആക്ഷൻ സമയത്ത് ഭയങ്കര ഒരു വലിയൊരു നമുക്ക് ഒരു എനർജിയും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ വലിയ സന്തോഷമായിരുന്നു ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ. ചേട്ടൻ്റെ കൂടെ മാത്രം എല്ലാവരും കൂടെയും സെറ്റിൽ മൊത്തത്തിൽ വലിയൊരു ഹാപ്പി തന്നെയായിരുന്നു. നമുക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഞങ്ങൾ സിനിമയെ കാണുന്നത് സീരിയസ് ആണെങ്കിലും ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്തൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ദേവ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ജേണി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും ഇപ്പം തങ്കൻ ചേട്ടനാണെങ്കിലും മുരളിയാണെങ്കിലും കൃഷ്ണൻകുട്ടി ചേട്ടനാണെങ്കിലും എല്ലാവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു റിയൽ ലൈഫിലും. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് വന്നത്.